ബോഗൺവില്ല ലെയറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കൊമ്പാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലോട്ടുള്ള കൊമ്പുകളൊക്കെ മുറിച്ച് കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊമ്പ് വേണം നമ്മൾ ലെയറിങ്ങിന് എടുക്കാൻ. ഞാൻ ഇതിന് മുന്നേ ഒരു ലെയറിങ് ചെയ്തിരുന്നു. അതിൻ്റെ നേരെ ചോടെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ തൊലി കളയാണ്. റൗണ്ടിൽ കട്ട് ചെയ്യുക, ആ തൊലി മാത്രം കളഞ്ഞാൽ മതി. ഈ തൊലി കളഞ്ഞ ഭാഗത്താണ് വേര് വരിക. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ലെയറിങ് ചെയ്യുന്നത്. ഇതുപോലെ നടുവിൽ ഹോൾ ഇടണം, ആ തണ്ട് ഇറങ്ങി പോകാൻ പാകത്തിന്. ഇനി വേണ്ടത് ഇതിലേക്ക് ചകിരിച്ചോറ് നിറക്കുകയാണ്. ചകിരിച്ചോറ് നന്നായിട്ട് പ്രസ് ചെയ്യണം, എങ്കിലേ വേര് പിടിക്കത്തുള്ളൂ. പിന്നെ ഗ്ലാസ് അടിയിലേക്ക് ഇറങ്ങിപ്പോകാത്ത വിധത്തിലായിരിക്കണം. ഗ്ലാസിൻ്റെ ഹോള് കൂടുതലാണെന്നുണ്ടെങ്കിൽ അടിയിൽ എന്തെങ്കിലും തടവിന് വെച്ചാൽ മതി. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് ഞാൻ മുമ്പ് ചെയ്തൊരു ലെയറിംഗ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ റൂട്ട്സ് ഒക്കെ കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് നേരെ പോട്ടിലേക്ക് മാറ്റിയാൽ മതി.